അത് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ഇവിടെ അടുത്ത് എൻ്റെ നാട്ടിലാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ നടക്കാൻ പോയപ്പോൾ തന്നെ പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൊലപാതകം നടന്നതും പിന്നെ ടി വിയിലൊക്കെ കണ്ടിരുന്നു വിവരങ്ങൾ. അങ്ങനെയാണ് മനസ്സിലാക്കിയത്, കൂടുതലായിട്ട് ചാനലുകളിൽ നിന്നാണ് മനസ്സിലായത്. അത് ഇപ്പോ നമുക്ക് ഈ പ്രാഥമിക വിവരങ്ങളിൽ നിന്നൊരു നിഗമനത്തിൽ എത്താനേ സാധിക്കുകയുള്ളൂ. കാര്യം ഈ വ്യക്തികളെ ഒന്നും എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത വ്യക്തികളാണ്. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വ്യക്തിത്വ വൈകല്യങ്ങളുള്ളവരാണ് സാധാരണ രീതിയിൽ ചെയ്യാറ്. രണ്ട് തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളാണ്. ഒന്ന് നമ്മളുടെ വൈകാരിക അസ്ഥിരത വ്യക്തിത്വ വൈകല്യവും, പിന്നെ നമ്മൾ കാണപ്പെടുന്ന സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യം. ഈ രണ്ട് വൈകല്യം ഉള്ളവരാണ് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് അപ്പോൾ വൈകാരിക അസ്ഥിരത എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവർക്ക് വൈകാരികമായ ഒരു ശൂന്യതയാണ് എപ്പോഴും അനുഭവപ്പെടുന്നത്. അപ്പോൾ നേരായ ബന്ധങ്ങളിൽ ആഹ്ലാദം കാണാതിരിക്കുകയും മറ്റു തരത്തിലുള്ള അനാരോഗ്യപരമായ ബന്ധങ്ങളിൽ ആഹ്ലാദം കാണുകയും അത് വളരെ തീവ്രമായി പോകുകയും അതിലൊരു വൈകാരികമായ അടിമത്തം ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. അങ്ങനെ അടിമത്തം സംഭവിക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ആ മറ്റു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തിരസ്കരണം, അങ്ങനെ നിരാകരണമോ ഒക്കെ നേരിടുമ്പോൾ അത് തീരെ സഹിക്കാൻ പറ്റാതെ വരികയും ഒക്കെ ചെയ്യും. ഇത്തരക്കാർക്ക് എടുത്തുചാട്ട സ്വഭാവം പൊതുവിൽ കാണാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഓരോ പ്രവൃത്തിയുടെയും വരായികളൊന്നും ചിന്തിക്കാതെ എടുത്തുചാടി പ്രവർത്തിക്കുന്നതായിട്ടും കാണപ്പെടാറുണ്ട്. അങ്ങനെ ഒക്കെ ആയിട്ട് ഉള്ള രീതിയിൽ ഈ പറയുന്ന വാഗ്വാദങ്ങൾ പെട്ടെന്നുള്ള വികാര വിക്ഷോഭത്തിൽ നിന്ന് ഒരു കയ്യാങ്കളിയിലേക്ക് പോവുകയും അങ്ങനെ കൊലപാതകങ്ങളും ഒക്കെ സംഭവിക്കുന്ന കൊലപാതകം എപ്പോഴും പലപ്പോഴും ആലോചിച്ച് തീരുമാനിച്ചതാവില്ല. ചിലപ്പോൾ ആ വൈകാരിക വിക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കാമെന്നുള്ളതും ആയിരിക്കാം. അങ്ങനെ ഉള്ളത് നമ്മൾ എപ്പോഴും ഇപ്പോൾ നിങ്ങൾ ചാനലുകളിൽ തന്നെ പറയുന്നു ദൃശ്യം മോഡൽ കൊലപാതകമെന്ന്. എപ്പോഴും നമ്മൾ ഈ പറയുന്ന ഈ സിനിമകളിലും പിന്നെ നമ്മുടെ മാധ്യമ റിപ്പോർട്ടിങ്ങുകളിൽ ഒക്കെ അധികരിച്ച് കാണുന്ന കാര്യങ്ങൾ ആളുകൾ അത് അനുകരിക്കാൻ പെട്ടെന്ന് ആ ഒരു സന്ദർഭത്തിൽ അവരുടെ മനസ്സിലേക്ക് വരുന്നത് അതായിരിക്കും. പെട്ടെന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിക്കുമ്പോൾ എല്ലാവർക്കും നമ്മൾ ചെറിയ കാലം മുതലേ നമുക്ക് അനുകരിക്കാനുള്ള ഒരു കഴിവ് എല്ലാവരിലും ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഇത് ആഴത്തിൽ സിനിമകളൊക്കെ മനസ്സിൽ പതിഞ്ഞു കിടക്കുമ്പോൾ അതായിരിക്കും പെട്ടെന്ന് ഈ പറയുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കാനിടയാകും.